എല്ലാവരും പറയും ടെൻഷൻ പാടില്ല, സ്ട്രെസ്സ് പാടില്ല, ടെൻഷൻ ഉണ്ടായാൽ ടൈം പോവും, സ്ട്രെസ് ഉണ്ടായാൽ നമ്മൾ സമാധാനം പോവും. പക്ഷേ ആരും എന്ത് ചെയ്യുന്നില്ല, ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞിരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും വലിയൊരു എക്സാമിന് 25 ലാക്സിൻ്റെ മുകളിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ വിജയ ശതമാനം കുറവുള്ള ഈ ഒരു നീറ്റ് എക്സാമിന് ടെൻഷൻ എന്തായാലും ഉണ്ടാവും, ഉറപ്പല്ലേ? അപ്പോൾ എങ്ങനെ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ടെൻഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്കൊരു പേടി ഉണ്ടാവണം. ആ പേടി നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ വേണം എന്തിന് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി നമ്മൾ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് നീറ്റ് അല്ലെങ്കിൽ അക്കാഡമിക്സ് കുറേ സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയൊരു പേടി വെച്ച് ലീഡ് ചെയ്യണം. അല്ലാതെ എക്സാമിൽ മാർക്ക് കുറയുന്ന സമയത്ത് വീണ്ടും ഡൗൺ ആവുന്നത്, അതുപോലെ തന്നെ ടൈം വെറുതെ ലോസായി പോകുന്നത്, ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുമോ കിട്ടില്ലെന്ന് ആലോചിച്ച് ടൈം ലോസായി പോകുന്നത്, ആ തരത്തിലുള്ള ഇതിലേക്ക് നമ്മൾ സ്ട്രെസ്സ് ഉയരാൻ പാടില്ല. അത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് വളരെ കോമൺലി ആലോചിക്കുന്ന കാര്യം മാത്രം പറയാം. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ആഗ്രഹമാണ് എനിക്ക് ഡോക്ടർ ആവണമെന്നുള്ളത്. ഇത്രയും കാലം നന്നായിട്ട് പഠിച്ചു, അത്യാവശ്യം ഹൈ IQ നിങ്ങൾ ഡെവലപ്പ് ചെയ്തു, നിങ്ങൾ പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, എനിക്ക് ഡോക്ടർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന് കുറേ റീസൺസ് ഉണ്ടാവാം. സർവീസ്, മണി മേക്കിംഗ്, ലൈഫ് സെറ്റിൽ ആണ്, റെസ്പെക്റ്റ്, അതുപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങൾ ചെയ്യുന്ന വളരെ അടിപൊളിയായിട്ടുള്ള റീസൺസ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ആഗ്രഹം വന്നു, ഒരു പ്രൊജക്റ്റ് പോലെ തന്നെ നിങ്ങളത് ഏറ്റെടുത്തു, നിങ്ങൾക്ക് അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, ഒരു വർഷം നിങ്ങൾ വളരെ സാക്രിഫൈസ് ചെയ്യുന്നതും മറ്റ് പല കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് സാക്രിഫൈസ് ചെയ്യുന്നതും നിങ്ങൾക്ക് കുറേ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വരുന്നു. ഒരു 3 മണിക്കൂറും 20 മിനിറ്റിലും ഒരു എക്സാമിലോട്ട് നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ആഫ്റ്റർ ഈ ഒരു എക്സാം നിങ്ങൾക്കിത് കിട്ടി എങ്കിൽ എന്ത്, കിട്ടിയില്ല എങ്കിൽ എന്ത്, ഇത്രയും രണ്ട് സൊല്യൂഷനേ ഉള്ളൂ. കിട്ടിയാൽ ഞാൻ ഡോക്ടറായി, എന്തായി, ഞാൻ ഇത്രയും കാലം പഠിച്ചതിന് ഒരു പ്രൊഫഷണലി പെട്ടെന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഞാൻ ആ പ്രൊഫഷണലി ആ ഒരു സ്ഥലത്ത് എത്താൻ പറ്റി, എനിക്കിപ്പോൾ തന്നെ ഞാൻ ഒന്ന് സേഫ് സോണായി എനിക്കൊന്ന് തോന്നൽ വന്നു, നല്ലൊരു കോളേജിൽ പഠിച്ചു, നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കി, എനിക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള സാധ്യത പെട്ടെന്ന് കിട്ടി എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ നീറ്റ് കിട്ടിയാൽ ഉണ്ടാകുന്ന സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ കരിയർ ഒന്ന് അപ്ഡേറ്റ് ആയി. മോർ ദാൻ ഡ്രീം ഒരു അപ്ഡേഷൻ എന്നാണ് എനിക്ക് വിളിക്കാൻ താല്പര്യം. കാരണം അതിന് ശേഷം എന്ത് ചെയ്യണം, ഇപ്പോൾ ഞങ്ങളൊക്കെ പോലത്തെ ആൾക്കാർ ഡോക്ടറായി പിന്നെയും നമുക്ക് കുറേ ആഗ്രഹങ്ങൾ വന്നു. അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകും. ചിലപ്പം ഡോക്ടറായതിനു ശേഷം നിങ്ങൾക്ക് വേറെ തരത്തിലേക്ക് പോകാനാവും താല്പര്യം ഉണ്ടാവുക. അപ്പം മോർ ദാൻ ഡ്രീം ഇറ്റ്സ് അപ്ഡേഷൻ. ഇനി കിട്ടിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 1-2 ദിവസം ചെറിയൊരു മുഷിപ്പൊക്കെ ഉണ്ടാവും. ബാക്കി നിങ്ങളെ കൂടുതലുള്ള ആൾക്കാർ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചധികം ലൈഫ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻസിൽ നിങ്ങളുടെ ക്ഷമൻ്റെ ലെവൽ കൂടിയിട്ടുണ്ടാവും, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറിയിട്ടുണ്ടാവും. കുറേ ന്യൂ തിങ്സ് വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലോസ് ഒന്നും വരാനില്ല. ഒരു വർഷം പോയി എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല. കാരണം കുറേ അക്കാഡമിക്സും കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം കിട്ടിയാൽ ഇത്ര കാര്യങ്ങൾക്ക് കിട്ടും, കിട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നതാവും ഏറ്റവും ബെറ്റർ. അപ്പം കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനാവുക, അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് എക്സാമിൽ മാർക്ക് പറയുന്ന സമയത്ത് വീണ്ടും സ്ട്രെസ്സ് വന്ന് പിന്നെയുള്ള നിങ്ങൾ പ്ലാൻ ചെയ്ത ഹവേഴ്സ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാതെ വരിക, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാതെ വരുന്ന സമയത്ത് വീണ്ടും അത് ടെൻഷൻ അധികരിക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുകയുണ്ടാവുള്ളൂ. സോ മോർ ദാൻ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുക, അതിൻ്റെ ഒരു ഡോക്ടറായിട്ടുള്ള ആ ഒരു സംഭവം ഡ്രീം ചെയ്യുക. എവിടെയെങ്കിലൊക്കെ ബ്ലോക്ക് വരുന്ന സമയത്ത് സ്വപ്നം കാണാൻ നോക്കുക. വലിയൊരു കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 250 കുട്ടികൾ പഠിക്കുന്ന ആ ഒരു ക്ലാസ് റൂമിലോട്ട് വൈറ്റ് കോട്ട് ഇട്ട് വന്ന് നിങ്ങൾ ഏറ്റവും നല്ല അടിപൊളി പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ സംവദിച്ച് ക്ലിനിക്സിലേക്കും അതുപോലെ തന്നെ ഡിസെക്ഷൻ ഹാളിലേക്ക് പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ആ ഒരു ആവേശം ഉണ്ടാവില്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ ഡേ എത്തുന്ന സമയത്ത് നമുക്കൊരു ആവേശമാണ് വരുന്നത്, അല്ലാതെ ടെൻഷനല്ല. അപ്പം ആ തരത്തിലുള്ള ആവേശം ഉണ്ടാവുക. പക്ഷേ ലോജിക്കലി എന്ത് ചെയ്യുക, പ്രാക്ടിക്കലി ചിന്തിക്കുക, വലിയൊരു എക്സാമാണ്, എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്തു പോകണം, അതിന് ടെൻഷൻ അടിച്ചാൽ നമ്മളുള്ള സമയം പോവല്ലാതെ വേറൊരു കാര്യം ഒരു ബെനിഫിറ്റ് ഇതിൽ കിട്ടാനില്ല എന്നുള്ള ആ ഒരു പ്രാക്ടിക്കൽ നോളജും കൂടി കീപ്പ് ചെയ്താൽ ടെൻഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് കൂടെ നിങ്ങൾക്ക് അക്കാഡമിക് ഹവേഴ്സ് കൂടുതൽ കിട്ടും, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾ വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാത്തിനും കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് നമ്മളാകെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടൊരു വർഷം നിങ്ങൾക്ക് വളരെ സ്പോയിലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ ടെൻഷൻ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ടെൻഷൻ കുറക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ചിന്തകൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. സോ ഈ 2025 നീറ്റിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളതാണ്, ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ നിങ്ങൾക്ക് കുറേ ചേഞ്ച് ചെയ്യാനുണ്ടാവും. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റൊക്കെ ചെറിയ ചെഞ്ച് ചിലപ്പോൾ വരുത്താനുണ്ടാവും. ചിലപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറേ കാര്യങ്ങൾ റീബിൽഡ് ചെയ്താൽ വളരെ നന്നാവുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ സ്ട്രെസ്സ്, ഇപ്പോൾ നിങ്ങൾ ഡോക്ടറാണ് സമയത്തും കുറേ സ്ട്രെസ്സ് വരാനുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാ ജോബിനും എല്ലാ കാര്യത്തിനും സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ട്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് മോഡിലോട്ട് അത് മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല റിസൾട്ട് വരുന്നുണ്ടാവും. സോ ബി പ്രിപ്പയർഡ്. അടുത്ത വർഷത്തെ നീറ്റ് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, നമുക്കത് എടുക്കാൻ പറ്റും. എല്ലാവരും അടിച്ച് കയറി വാ എന്നല്ലേ ഞങ്ങൾക്ക് പറയാനുള്ളത്.